ഇതിൻ്റെ മൊത്തം തകർത്തതിൻ്റെ ലിസ്റ്റ് സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. എന്തിനാ അത് ചെയ്തതെന്നറിയോ? ഒന്ന്, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചോദിച്ചാൽ പ്രൊട്ടസ്റ്റ് നടക്കില്ലെന്ന്. നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ യുവന്മാർ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് വരുന്നതെന്ന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മറവിൽ ഈ പരിപാടി നടത്തി. പക്ഷേ യോഗിജിക്കൊരു വൈക്ലഭ്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഗംഭീരമായ പരിപാടി നടത്തിയിട്ട് നാട്ടുകാരൊന്നും ഇത് അറിഞ്ഞില്ലല്ലോ. മിത്രങ്ങളിത് അറിഞ്ഞില്ലെങ്കിൽ ഇതിനൊരു വിലയില്ലല്ലോ. മിത്രങ്ങളെ വിചംബ്രതാക്കണ്ടേ, അവരെ കോൾമയിൽ കൊള്ളിക്കാനും അവരുടെ എന്താ പറയുക രോമാഞ്ചം ഉണ്ടാക്കാനും ഇത് നാട്ടുകാരറിയണ്ടേ സുകേഷ്? 350 2-3 ദിവസം കൊണ്ട് നമ്മൾ 350 മദ്രസകളും പള്ളികളും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. അത് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഇതിനൊരു കൺസോളിഡേറ്റഡ് ഡാറ്റ മാധ്യമങ്ങൾക്ക് UP സർക്കാർ തന്നെ നൽകിയതാണ്. ആ ഡാറ്റ വെച്ചിട്ടാണ് ഇന്നലെ NDTVയും വേറെ ഹിന്ദുസ്ഥാൻ ടൈംസൊക്കെ അതാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്. ഈ മോദിജി പാകിസ്ഥാനിൽ അവിടെ പൊളിച്ചു, യോഗിജി ഇവിടെ പൊളിച്ചു. ഇത് നോക്കുക, ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് പൊളിക്കാനാണെങ്കിലും അതെങ്ങനെയാണ്? ഒരു മതക്കാർ അങ്ങനെ സംഭവിക്കുമോ? ഒരു മതക്കാർ മാത്രം ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. പ്രത്യേകിച്ച് പെർസെൻറ്റേജ് നോക്കിയാണെങ്കിൽ UPയിൽ മുസ്ലിങ്ങൾ ഒരു ബിലോ 20% വരുന്നുള്ളൂ. ഇല്ലീഗൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്ന കുറച്ചെങ്കിലും വേറെ ആളുകളുണ്ടാവുമല്ലോ. അതും എന്താണ്? മദ്രസകൾ, മസാറുകൾ, പിന്നെ മസ്ജിദുകൾ അല്ലാത്തതുകൊണ്ട് കാണുമല്ലോ. ഇത് ഒരു നിശ്ചിത സമയത്തൊരു ഗിവൺ ജിയോഗ്രഫിയിൽ ഇല്ലീഗൽ സ്ട്രക്ചർ പൊളിക്കുക, പക്ഷെ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേത് മാത്രമാവുക, അതിലൊരു പ്രശ്നമില്ല എന്ന് അത് നമ്മൾ എന്താണ് അനധികൃത ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി മാത്രമാണ് എന്ന് യോഗിജി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ വിശ്വസിക്കണം എന്നാണല്ലോ പറയുന്നത്. അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വാർത്ത പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു പണിയെടുത്തതിൻ്റെ ഡിവിഡൻറ്റ്, അത് സംഘത്തിനകത്തും ആ ഡിവിഡൻറ്റ് കിട്ടണം, രാഷ്ട്രീയത്തിൽ തന്നെ ഡിവിഡൻറ്റ് കിട്ടണം. അതുകൊണ്ട് നാട്ടുകാരെ അറിയിക്കാൻ അദ്ദേഹം തന്നെയാണ് ഇത് നാട്ടുകാരെ അറിയിക്കുന്നത്.